എന്നിട്ടാണ് എനിക്ക് ദിലീപേരനെ പറ്റി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, സോറി. സജീവ് സാർ ആൻഡ് മാഡം ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് അവർ എസ് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ സിനിമയാണ് എന്നെക്കാളൊക്കെ. എന്ത് വേണമോ അതെല്ലാം ചെയ്തു തരാൻ റെഡിയാണ് നമ്മൾ എന്ന് പറഞ്ഞു നിന്ന 3 വ്യക്തികളുണ്ട്. അവരില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ സംഭവിക്കുമായിരുന്നില്ല. ഒരുപാട് സ്നേഹത്തോടെ ഈ നിമിഷത്തിൽ സജീവ് സർ, ഒപ്പം തന്നെ അലക്സാണ്ടർ മാത്യു, ഇവർ 3 പേരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു നിമിഷം കൂടിയാണിത്. കാരണം അവരുടെ അകമഴിഞ്ഞ സപ്പോർട്ടും അവരുടെ ഒരു വലിയ പ്രോത്സാഹനവും ഒപ്പം തന്നെ സിനിമ എന്ന ക്രാഫ്റ്റിനോടുള്ള അവരുടെ ഏറ്റവും വലിയ പ്രണയവുമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള സംഭവിക്കാൻ കാരണമായിട്ടുള്ളത്. ബേസിക്കലി ഇവർ രണ്ടുപേരും, ആൻ മാമും സജീവ് സാറും ഓൺട്രപ്രനേഴ്സാണ്. ബട്ട് അവർക്ക് സിനിമയോടുള്ള പ്രണയത്തെ പ്രതിയാണ് ഇപ്പോൾ പ്രണയ എന്ന മനോഹരമായിട്ടുള്ള സിനിമയ്ക്ക് ശേഷവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖൽബ് എന്ന സിനിമയ്ക്ക് ശേഷവും ഗോളത്തിന് ശേഷവുമുള്ള മനോഹരമായ സിനിമയായിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇവർ 3 പേരെയും പ്രത്യേകമായിട്ടൊന്ന് പരിചയപ്പെടുത്തട്ടെ. ആൻഡ് as I said earlier, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് സജീവിൻ്റെ 4ാമത്തെ സിനിമയായിട്ടാണ്, നായകനാകുന്ന 4ാമത്തെ സിനിമയായിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള പുറത്തിറങ്ങാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലീഡറിൻ്റെ വായിൽ നിന്ന് അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളത് കേട്ടുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ്. നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സ്നേഹത്തോടു കൂടി ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് മിസ്റ്റർ അരുൺ വൈഗ, അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലൗസ് ladies and gentlemen. ഗുഡ് ഈവനിങ്. കുറച്ച് ലേറ്റായി, അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കണം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എൻ്റെ 3ാമത്തെ സിനിമയാണ്. കഴിഞ്ഞ സിനിമ ഉപചാരപൂർവ്വം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞ സിനിമയായിരുന്നു. എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ആൾക്കാരെ ഓർക്കേണ്ട ഒരു സമയമാണത്. നന്ദിയാണ് അലക്സ് സാർ, സജീവ് സാർ ആൻഡ് മാഡം. ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് അവർ എസ് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ സിനിമയാണ് എന്നെക്കാളൊക്കെ അപ്പുറം എന്നെ ഇതിലേക്ക് എത്തിച്ച എനിക്ക് എൻ്റെ അച്ഛനെ തുല്യം പോലെ ഞാൻ കാണുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യൻ ജോണി ചേട്ടനോട് വലിയൊരു നന്ദി. പിന്നെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. കേട്ടോ, റിലീസിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാര്യം പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. എനിക്ക് ഷറഫ് ഭായിനൊക്കെ ഇന്ന് വിളിച്ചിട്ട് വന്നാണ്. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി എല്ലാവരോടും. ദിലീപേട്ടനോടും ജോണി ചേട്ടനോടും ബ്ലെസ് സാറിനോടും ലിസ്റ്റിൻ ചേട്ടനോടും അജിത് സാറിനോടും മനോജ് ചേട്ടനോടും പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും, സിജു ഭായി, അരുൺ ചേട്ടൻ, എടുത്തു പറയാനുള്ള ബാക്കിയെല്ലാം, പോൾ സാറ്, എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. 3ാമത്തെ പടം ചെയ്യാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. കാരണം ഇതിൽ കുറച്ചൊരു സെക്കൻഡ് ഹാഫ് കുറച്ച് മ്യൂസിക്കലി ബിൽഡപ്പ് ചെയ്തുകൊണ്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ യാദൃശ്യമായിട്ടാണ് ശബരിബായുടെ ഒരു വീട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രദർ രാജേഷ് മുരുകേശനെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, പ്രേമം സിനിമ ഇവിടെ ഉണ്ടാക്കിയൊരു ഓളം അത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയമാണ്. അത്രയും അതിലേറ്റവും ഹിറ്റായത് അതിലെ പാട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേമം ടീം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതിനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇതിൻ്റെ പ്രേമത്തിലെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ, പുള്ളി ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. രാജേഷ് മുരുകേശനാണ് മ്യൂസിക്, പിന്നെ ശബരീഷ് വർമ്മയാണ് ലിറിക്സ്, സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദാണ്. ഇപ്പോൾ ഷറഫ് ഭായി, സിജു ഭായിയൊക്കെ വന്നപ്പോൾ അതങ്ങോട്ട് പൂർണ്ണമായി. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമ അത്ര വലിയ വിജയമൊന്നുമല്ലായിരുന്നു, ആരും അറിയത്തുകൂടിയില്ല എന്ന് പറഞ്ഞ അങ്ങനെ സിനിമ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സിനിമയാണത്. 2ാമത്തെ സിനിമ ഗുണ്ടജൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഒന്ന് പോയി. എന്നിട്ടും 3ാമത്തെ സിനിമയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വന്ന രാജേഷ് മുരുകേശന് പ്രത്യേകം ഒരു താങ്ക്സ് പറയാണ്. രാജേഷിൻ്റെ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസുമാണ് അതിൽ. അപ്പോൾ രാജേഷിൻ്റെ പ്രോഗ്രാമാണ് ശരിക്കും, കാര്യം ഓഡിയോ ലോഞ്ചാണ്, പാട്ടുകൾ എല്ലാം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് കേൾപ്പിക്കണം എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന എൻ്റെ നായകൻ രഞ്ജിത്ത് സജീവ്. ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ട ആളാണ്. പിന്നെ
ഈ പരിപാടി എനിക്ക് വർക്കാവില്ല, ഇത് എനിക്ക് സുഖമാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സ്ക്രിപ്റ്റിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ മനുഷ്യനെ ഇതിലേക്ക് ഇന്നാക്കിയത്. എന്തായാലും രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപേയുള്ള സിനിമ ഗോളായിരുന്നു, അതിലൊരു പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇതിൽ ഒരാഗ്രഹം ഉണ്ടായുള്ളൂ, രഞ്ജിത്തിനൊരു മലയാളിയായിട്ട് ഒന്ന് കാണിക്കണം എന്നുള്ളത്. അത്യാവശ്യം ഒരു മലയാളിയായിട്ട് തന്നെ എനിക്ക് ചെയ്യിക്കാൻ പറ്റിയെന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് രഞ്ജിത്ത് നന്നായിട്ട്, അത് ഞാൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണ്, എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറയുകയാണ്, അഹങ്കാരമായിട്ട് എടുക്കരുത്. രഞ്ജിത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. പിന്നെ അതിലെ ഹീറോയിൻ സാരംഗി ശ്യാമാണ് അതിലെ ഹീറോയിൻ. പുള്ളിക്കാരി ഒരു സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കലോ അങ്ങനെ എന്തോ പരിപാടി പറഞ്ഞൊരു വലിയ കൊറിയോഗ്രാഫറൊക്കെയാണ്. അപ്പോൾ അവർ ആണ് ഇതിലെ ഹീറോയിൻ. എനിക്ക് എൻ്റെ എല്ലാ രീതിയിലും ഞങ്ങൾക്കുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സാരംഗി. പിന്നെ റോണി, ഡോക്ടർ റോണി, ജോണിച്ചാനെ പറ്റി ഞാൻ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇനി പറയാനുള്ള. പിന്നെ മഞ്ജുപിള്ള ചേച്ചി, ഇന്ദ്രൻ ചേട്ടൻ വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് വന്ന ആളാണ് മനോജ് കജയൻ ചേട്ടനും ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ക്യാരക്ടർ കുറച്ച് സസ്പെൻസ് ആയതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് പറയാനുള്ള, അത് തിയേറ്ററിൽ തന്നെ ആട്ടെ. ചേട്ടൻ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. എനിക്ക് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് പടം ഇങ്ങനെ ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും ഭാഗത്തുനിന്ന്. എന്തായാലും എല്ലാവർക്കും, ഈ വന്ന എല്ലാവർക്കും, മീഡിയ, എൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സിനോജ് അയ്യപ്പനാണ് DOP. ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങി അങ്ങനെ പ്ലാൻ ചെയ്ത പടമാണ്. കിരൺ റാഫേൽ ചീഫ് ഓഫ് സ്റ്റേറ്റ്. എല്ലാവരും ഇങ്ങനെ എടുത്ത് പറയാൻ കിട്ടണില്ല, പടം എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യണം. നമുക്ക് പരിപാടിയിലേക്ക് പോകാം, പാട്ടുകൾ കാണാം. മുരുകൻ കാട്ടാക്കട ഇവിടെ എത്തേണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ അല്ലേ, തുടങ്ങാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് അരുൺ ചേട്ടാ. ഇനിയും ഒരുപാട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളെ വെച്ച് മലയാളത്തിൽ എന്നും പ്രതീക്ഷകൾ നൽകുന്ന സിനിമകൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമ സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള 3 വ്യക്തികളുണ്ട്. അവർ വേദിയിൽ വരാതെ ഈ ഒരു നിമിഷം പൂർണ്ണമാവില്ല. ഒരുപാട് സ്നേഹത്തോടു കൂടി സിനിമയെ അത്രയേറെ സ്നേഹിക്കുന്ന, ബിസിനസ്സായി മാത്രം ഇതിനെ കാണാതെ ഒരു കലാരൂപം എന്ന് കണ്ട് സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് അവരെടുത്തിട്ടുള്ള സിനിമകൾ അത്രയും സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വലിയ ക്ഷമയായിട്ടാ. വേറൊന്നുമില്ല, ഞാൻ കുറച്ച് എക്സൈറ്റ്മെൻറ്റിൽ നിന്നിട്ടാണ്. എനിക്ക് ദിലീപേരനെ പറ്റി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, സോറി. ഞാൻ ആക്ച്വലി ദിലീപേരന് വേണ്ടി ഒരു കഥയൊക്കെ റെഡി ആക്കിയിട്ട് പുറകെ കിടക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നലെ അലക്സ് സാറ്, ചേട്ടാ ഞാനിങ്ങനെയൊക്കെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്, ക്ഷമിച്ചേക്കണം. എന്തായാലും അലക്സ് സാറാണ് ദിലീപേട്ടനെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ദിലീപേട്ടൻ വരും എന്നുള്ളത്. പക്ഷേ എൻ്റെ ബിൻഡോനെ വിളിച്ചു പറഞ്ഞു. ബിൻഡോ ഇപ്പോൾ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി പടത്തിൻ്റെ ഡയറക്ടറാണ്, എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ബിൻഡോ. അതുകൊണ്ട് ബിൻഡോയെ വിളിച്ച് അപ്പോൾ പറഞ്ഞ് ദിലീപേട്ടൻ ഇന്ന സ്ഥലത്തുണ്ട്, പക്ഷേ അരുണ ഉറപ്പായിട്ടും ദിലീപേട്ടൻ വരും, അത് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നതിൽ ഭയങ്കര സന്തോഷം. സോറി ചേട്ടാ, ഒരുപാട് ക്ഷമിക്കണം. ബ്ലിസ് സാർ, സോറി. ഞാൻ ബ്ലിസ് സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഭ്രമരം എന്ന് പറഞ്ഞ സിനിമ തൃപ്പൂണിത്തുറയിൽ ആ മാർക്കറ്റിൽ ലോഡ്ജിൻ്റെ ഷൂട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലൈഫിലൊരു ഡയറക്ടറോട് സംസാരിക്കുന്നത് ബ്ലിസ് സാറിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ ഓഡിയോ ലോഞ്ചിന് സാറോട് വന്നതിന് ഒരുപാട് താങ്ക്സ്. സോറി ട്ടാ, ശരി.